ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കുന്നത് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസ് ആണ്. ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ സോൾവെന്റ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് സോൾവെന്റ് ആണ്. അതുകൊണ്ട് സൊല്യൂഷൻ ലിക്വിഡ് എന്ന് വെച്ചാൽ അർത്ഥമാക്കുന്നത് സോൾവെന്റ് ലിക്വിഡ് ആയിരിക്കും. സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി എയ്തർ സോളിഡ് ഓർ ലിക്വിഡ് ഓർ ഓൾസോ മേ ബി ഗ്യാസ്. ഇത് മൂന്നും ആകാം. സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, ഗ്യാസ് ആകാം. അതായത് ലിക്വിഡ് സൊല്യൂഷൻസ് 3 ടൈപ്സ് ഉണ്ട്. സോളിഡ് ഡിസോൾഡ് ഇൻ ലിക്വിഡ്, ലിക്വിഡ് ഡിസോൾഡ് ഇൻ ലിക്വിഡ് ആൻഡ് ഗ്യാസ് ഡിസോൾഡ് ഇൻ ലിക്വിഡ്. ഓക്കെ, അതിനകത്ത് നമ്മൾ ഗ്യാസ് ഇൻ ലിക്വിഡ് നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ഹെൻറീസ് ലോ ഒക്കെ പഠിച്ചത്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിക്വിഡ് സൊല്യൂഷൻസിനെ പറ്റിയാണ്. ലിക്വിഡ് സൊല്യൂഷന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലായ്പ്പോഴും സോൾവെന്റ് ലിക്വിഡ് ആയിരിക്കും. ഈ ലിക്വിഡിന്റെ പ്രത്യേകത, ലിക്വിഡ് എന്ന് പറയുമ്പോൾ വോളറ്റൈൽ ആയിരിക്കും, ഇവാപറേറ്റ് ചെയ്യാം. ഓക്കെ, ലിക്വിഡ് ഈസ് ഓൾവേസ് വോളറ്റൈൽ. നമ്മൾ അടുത്ത പഠിക്കുന്നത് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസിനെ പറ്റിയാണ്. നമുക്ക് വിശദമായിട്ട് നോക്കാം. ലിക്വിഡ് സൊല്യൂഷൻസ് മീൻസ് ഹിയർ സൊല്യൂട്ട് ഈസ് ലിക്വിഡ് ആൻഡ് ഓൾസോ സോൾവെന്റ് ഈസ് ലിക്വിഡ്. സൊല്യൂട്ടും സോൾവെന്റും ലിക്വിഡ് ഫോമിലാകുമ്പോൾ അതിന്റെ പേരാണ് ലിക്വിഡ് സൊല്യൂഷൻ. ഓക്കെ, ലിക്വിഡ് സൊല്യൂഷന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാ ലിക്വിഡ്സും വോളറ്റൈൽ ആണ്. വോളറ്റൈൽ മീൻസ് വേപ്പറൈസ് ചെയ്യും. നമുക്കറിയാം, മണ്ണെണ്ണയുടെ ടിന്ന് ഓപ്പൺ ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും മണ്ണെണ്ണ അവിടെ ഉപയോഗിച്ചെന്ന് അറിയാൻ പറ്റും, അല്ലെങ്കിൽ മണ്ണെണ്ണയുടെ ബോട്ടിൽ തുറന്നു അറിയാൻ പറ്റും. നമ്മൾ അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല, ദൂരെ ഇരുന്നാൽ പോലും അറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മൾ സാധാരണ പെട്രോള്, നമ്മൾ വണ്ടിയിൽ എണ്ണ അടിക്കുന്ന സമയത്ത് പെട്രോളിന്റെ സ്മെല്ല് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതിന്റെ കാരണം എന്ന് വെച്ചാൽ പെട്രോള്, ഈ കെറസിന്, ഡീസല്, അതേപോലെ അസറ്റോൺ, അതേപോലെ നമ്മൾ വാട്ടർ എടുക്കാം. ഇതെല്ലാം തന്നെ എന്താ വേപ്പറൈസ് ചെയ്യുന്ന ലിക്വിഡ്സ് ആണ്. ദാറ്റ് ഈസ് വേപ്പറൈസിങ് ലിക്വിഡ്സ് ആർ കോൾഡ് വോളറ്റൈൽ ലിക്വിഡ്സ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ബോട്ടിലിനകത്ത് ഒരു പകുതി ഭാഗം വെള്ളം എടുത്ത് നന്നായിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ കുറെ സമയം, ഇപ്പൊ 1-2 മണിക്കൂറിന് ശേഷം നോക്കുകയാണെങ്കിൽ ആ ബോട്ടിലിന്റെ മുകൾ ഭാഗത്തെല്ലാം തന്നെ എന്താണ് മോയ്സ്ചർ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതിന്റെ കാരണം എന്ന് പറയുമ്പോൾ ഈ വാട്ടർ വേപ്പറൈസ് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ കേട്ടൊരു ടേമാണ് വേപ്പർ പ്രഷർ. വാട്ട് ഈസ് ദ വേപ്പർ പ്രഷർ? അത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് വേപ്പർ പ്രഷർ. ഓക്കെ, വാട്ട് ഈസ് ദ വേപ്പർ പ്രഷർ? ഒരു ബീക്കർ എടുക്കുന്നുണ്ട്. ആ ബീക്കറിനകത്ത് നമ്മൾ കുറച്ച് വാട്ടർ എടുത്തിരിക്കുകയാണ്. ഈ വാട്ടർ നോർമൽ ടെമ്പറേച്ചറിൽ പോലും ഈ വാട്ടറിന്റെ മോളിക്യൂള് എന്ത് ചെയ്യും? വേപ്പർ ഫേസിലേക്ക് മാറും. അങ്ങനെ ആകുമ്പോൾ എല്ലായ്പ്പോഴും നമ്മുടെ ഈ വാട്ടറിന്റെ ഈ സർഫസിന് മുകൾ ഭാഗത്ത് എല്ലായ്പ്പോഴും ഈ വാട്ടറിന്റെ വേപ്പർ കാണാം. വാട്ടറിന്റെ വേപ്പർ മീൻസ് വാട്ടർ വേപ്പർ കാണാം. ഓക്കെ, ഈ പ്രോസസ്സിന്റെ പേരാണ് ഇവാപറേഷൻ. കുറെ സമയം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഈ മോളിക്യൂളിന്റെ എണ്ണം കൂടി കഴിയുമ്പോൾ, ഈ വാട്ടർ മോളിക്യൂളിന്റെ അല്ലെങ്കിൽ വാട്ടർ വേപ്പറിന്റെ എമൗണ്ട് കൂടി കഴിയുമ്പോൾ ഈ വാട്ടർ വേപ്പറിന്റെ മോളിക്യൂൾ തമ്മിൽ കൊളൈഡ് ചെയ്യും. കാരണം വാട്ടർ വേപ്പർ എന്ന് പറയുമ്പോൾ ഗ്യാസ് ആണ്. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതല്ലേ ഗ്യാസിന്റെ പ്രത്യേകത എന്താ? ഓക്കെ, ഗ്യാസിന്റെ മോളിക്യൂൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവർ തമ്മിൽ കൊളൈഡ് ചെയ്യും. കൊളൈഡ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ എനർജി ലൂസ് ചെയ്യും. എനർജി ലൂസ് ചെയ്യുമ്പോൾ തിരിച്ചത് എന്തായിട്ട് മാറും? ലിക്വിഡ് ആയിട്ട് മാറും. ഓക്കെ, ഇനിഷ്യൽ കേസിൽ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറി. പ്രോസസ് ഈസ് കോൾഡ് ഇവാപറേഷൻ. ഇപ്പോൾ സംഭവിച്ചത് ഈ ഗ്യാസ് ആയിരിക്കുന്ന സബ്സ്റ്റൻസ് എന്ത് ചെയ്ത് ലിക്വിഡ് ആയിട്ട് മാറി. പ്രോസസ്സിന്റെ പേര് കണ്ടൻസേഷൻ. ദാറ്റ് ഈസ് ഇറ്റ് ഇസ് എ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയാം. That is, liquid is reversible, gives gas. Forward reaction ന്റെ പേര് evaporation. Backward reaction ന്റെ പേര് condensation. Okay, and after some time this reversible process attain equilibrium. അങ്ങനെ equilibrium attain ചെയ്ത് കഴിയുമ്പോൾ ഈ equilibrium ഇരിക്കുന്ന വേപ്പർ ഈ ലിക്വിഡിന്റെ സർഫസിലേക്ക് ഒരു പ്രഷർ എക്സെർട്ട് ചെയ്യും. ആ പ്രഷറിന്റെ പേരാണ് വേപ്പർ പ്രഷർ. ഓക്കെ, സാധാരണ കേസ് ഏത് ഗ്യാസും ഈ പ്രഷർ എക്സെർട്ട് ചെയ്യും. ഗ്യാസിന്റെ പ്രത്യേകത നമ്മൾ ഫസ്റ്റ് ഇയറിലെ കൈനറ്റിക് മോളിക്കുലർ തിയറിക്കകത്ത് പഠിച്ചതാണ്. ഗ്യാസ് മോളിക്യൂൾ തമ്മിൽ കൊളൈഡ് ചെയ്യും. ഗ്യാസ് മോളിക്യൂൾ അതിരിക്കുന്ന വെസലിന്റെ ഭിത്തിയിലേക്ക് ഇരിക്കും. ആ വോൾ കൊളീഷന്റെ ഫലമായിട്ടാണ് എല്ലാ ഗ്യാസിനും ഉണ്ടാവുന്നത് പ്രഷർ ഉണ്ടാവുന്നത്. ഇവിടെ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറിയപ്പോൾ അല്ലെങ്കിൽ വാട്ടർ വേപ്പർ ഫോം ചെയ്തപ്പോൾ അത് ഗേഷ്യസ് സ്റ്റേറ്റ് ആയതുകൊണ്ട് ഈ വാട്ടർ വേപ്പർ ഈ ലിക്വിഡിന്റെ സർഫസിലേക്ക് എന്ത് ചെയ്യും? പ്രഷർ എക്സെർട്ട് ചെയ്യും. ആ പ്രഷറിന്റെ പേരാണ് വേപ്പർ പ്രഷർ. The vapor pressure means the pressure exerted by the vapor in equilibrium with its own liquid. ഒരു ലിക്വിഡുമായിട്ട് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന വേപ്പർ അതിന്റെ സർഫസിലേക്ക് എക്സെർട്ട് ചെയ്യുന്ന പ്രഷറിന്റെ പേരാണ് വേപ്പർ പ്രഷർ. പ്രഷറിന്റെ ഡെഫിനിഷൻ എഴുതാം. pressure exerted by the vapor
ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ്സ് ഓൺ ലിക്വിഡ്. ഒരു ലിക്വിഡുമായിട്ട് ഇക്വിലിബ്രിയത്തിരിക്കുന്ന വേപ്പർ അതിൽ എക്സർട്ട് ചെയ്യുന്ന പ്രഷറിന്റെ പേരാണ് വേപ്പർ പ്രഷർ. നമുക്കറിയാം നോർമൽ കേസിൽ ടെമ്പറേച്ചർ കൂട്ടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ലിക്വിഡ് നമ്മൾ ഹീറ്റ് ചെയ്യാണെന്ന് വെച്ചു. ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? യെസ്, കൂടുതൽ ലിക്വിഡ് എന്തായിട്ട് മാറും? വേപ്പറായിട്ട് മാറും. അപ്പോഴേക്കും വേപ്പറിന്റെ എമൗണ്ട് കൂടും. വേപ്പറിന്റെ എമൗണ്ട് കൂടുമ്പോൾ വേപ്പർ പ്രഷറും കൂടും. ഓക്കെ, therefore when temperature increases vapor pressure increases. ഓക്കെ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യും. വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസ്. നമുക്ക് രണ്ട് ലിക്വിഡ് എടുക്കാം. ഒരു ബീക്കർ, ഒന്നാമത്തെ ബീക്കറിനകത്ത് നമ്മൾ ഒരു ലിക്വിഡ് എടുക്കുന്നു. ഈ ലിക്വിഡിന്റെ പേര് നമ്മൾ 1 എന്ന് കൊടുക്കുന്നു. ഇതേപോലെ മറ്റൊരു ബീക്കറിനകത്ത് ഒരു രണ്ടാമത്തെ ലിക്വിഡ് എടുക്കുന്നു. അതിന്റെ പേര് നമുക്ക് 2 എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, ഈ ബീക്കർ 1-നകത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ബീക്കറിനകത്ത് ഒരു ലിക്വിഡ് മാത്രമുണ്ട്. 1 എന്ന് പറയുന്ന ലിക്വിഡ് മാത്രമേ ഉള്ളൂ. അതേപോലെ സെക്കൻഡ് ബീക്കറിൽ 2 എന്ന് പറയുന്ന ലിക്വിഡ് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് ബീക്കറിലുള്ള ലിക്വിഡ്സിനെ നമ്മൾ മറ്റൊരു ബീക്കറിലേക്ക് മിക്സ് ചെയ്യാണ്. ഇത് രണ്ടും കൂടി ഇങ്ങോട്ടേക്ക് മിക്സ് ചെയ്യുന്നു. ഓക്കെ, അതായത് 1ഉം 2ഉം നമ്മൾ മിക്സ് ചെയ്യാണ്. This is the mixture of liquids 1 and 2. ഒന്നാമത്തെ ലിക്വിഡിന്റെയും രണ്ടാമത്തെ ലിക്വിഡിന്റെയും കൂടെ മിക്സർ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ലിക്വിഡ്സിന്റെ മിക്സർ നേരത്തെ ലിക്വിഡ്സ് ആകുമ്പോൾ എല്ലായ്പ്പോഴും അത് വേപ്പറൈസ് ചെയ്യും, വോളറ്റൈൽ ആണ്. അങ്ങനെ ആകുമ്പോൾ ഈ ലിക്വിഡ് മിക്സറിന്റെ മുകൾ ഭാഗത്ത് എന്തുണ്ടായിരിക്കാം? ഓക്കെ, ഇതിന്റെ വേപ്പേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ഈ ബീക്കർ മാത്രം എടുക്കുകയാണെങ്കിൽ ഇവിടെയാണ് നോക്കിയത് ഒന്നാമത്തെ ലിക്വിഡ് മാത്രം ഇരുന്നപ്പോൾ ഇതിന്റെ മുകളിൽ ഈ ഒന്നാമത്തെ ലിക്വിഡിന്റെ വേപ്പർ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതേപോലെ രണ്ടാമത്തെ ലിക്വിഡ് മാത്രം ഇരിക്കുമ്പോൾ അതിന്റെ മുകളിൽ ഈ രണ്ടാമത്തെ ലിക്വിഡിന്റെ വേപ്പർ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷെ ഇവിടെയാണെങ്കിലോ ഇപ്പൊ ഒരു മിക്സർ രണ്ട് ലിക്വിഡ്സിന്റെ കൂടെ മിക്സർ ആയതുകൊണ്ട് ഇതിന്റെ വേപ്പർ എന്ന് പറയുമ്പോൾ ഈ വേപ്പറിനകത്ത് ഫസ്റ്റ് ലിക്വിഡിന്റെ വേപ്പറും വരാം, അതേപോലെ തന്നെ സെക്കൻഡ് ലിക്വിഡിന്റെ വേപ്പറും വരാം. ഓക്കെ, ഒന്നാമത്തെ ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ നമ്മൾ P1 എന്ന് എടുക്കുന്നു. രണ്ടാമത്തെ ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ P2 എന്ന് എടുക്കുന്നു. ഈ P1ഉം P2ഉം ഈ മിക്സറിനകത്തുള്ള ഒന്നാമത്തെ കമ്പോണന്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ കമ്പോണന്റ് വേപ്പർ പ്രഷറാണ്. That is P1 is the vapor pressure of the component 1 in the mixture. P2 is the vapor pressure of the component 2 in the mixture. ഈ മിക്സറിനകത്ത് എക്സർട്ട് ചെയ്യുന്ന വേപ്പർ പ്രഷറാണ് P1ഉം P2. ഓക്കെ, അതേപോലെ ഒന്നുകൂടി പറയണവിടെ, അതായത് ഈ രണ്ട് കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ 1 എന്ന് പറയുന്ന കമ്പോണന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 1 എന്ന് പറയുന്ന കമ്പോണന്റ് വേപ്പറൈസ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു. അപ്പോഴേക്ക് ഇതിന്റെ മുകളിൽ ആരുടെ മാത്രം വേപ്പറൈസ് കാണത്തുള്ളൂ? ഓക്കെ, ഫസ്റ്റ് കമ്പോണന്റ് വേപ്പർ മാത്രമേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഫസ്റ്റ് കമ്പോണന്റ് മാത്രമേ ഇവിടെ വേപ്പർ പ്രഷർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിന്റെ വേപ്പർ പ്രഷറിന് P1 0 എന്ന് കൊടുക്കാം. ഇവിടെ 0 ഉദ്ദേശിക്കുന്ന പ്യുവർ കമ്പോണന്റ് എന്നാണ്. പ്യുവർ കമ്പോണന്റ് ദാറ്റ് ഈസ് P1 0 മീൻസ് ഇറ്റ് ഈസ് വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ കമ്പോണന്റ് 1. ഒന്നാമത്തെ കമ്പോണന്റ് മാത്രം ഇരിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷറാണ് P1 0. അതേപോലെ ഇവിടെ നിന്ന് കൊടുക്കാം, ഇവിടെ സെക്കൻഡ് കമ്പോണന്റ് ആണ്. സെക്കൻഡ് കമ്പോണന്റ് മാത്രം ഇരിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷറാണ് P2 0. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ മിക്സർ അല്ല, ആ കമ്പോണന്റ് മാത്രം ഇരിക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് കമ്പോണന്റിന്റെ അല്ലെങ്കിൽ പ്യുവർ കമ്പോണന്റ് 1ന്റെ വേപ്പർ പ്രഷർ P1 0, പ്യുവർ കമ്പോണന്റ് 2ന്റെ വേപ്പർ പ്രഷർ P2 0. P1 and P2 are the vapor pressures of the components in the mixture. ഓക്കെ, ഇതൊരു സൊല്യൂഷൻ ആണ്. ഈ സൊല്യൂഷനകത്ത് ഒന്നാമത്തെ കമ്പോണന്റ് എക്സെപ്റ്റ് ചെയ്യുന്ന പ്രഷർ P1, രണ്ടാമത്തെ കമ്പോണന്റ് എക്സെപ്റ്റ് ചെയ്യുന്ന പ്രഷർ P2. ഇവിടെ പ്രഷർ മീൻസ് വേപ്പർ പ്രഷർ. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഒരു മിക്സറിന്റെ കേസിൽ നമ്മൾ പ്രഷർ പറയുമ്പോൾ അത് വെറും പ്രഷർ എന്നല്ല പറയുന്നത്, മറ്റൊരു ടേം ഉപയോഗിക്കുന്നത് പാർഷ്യൽ പ്രഷർ. ഓക്കെ, പാർഷ്യൽ പ്രഷർ എന്നാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ P1 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദി കമ്പോണന്റ് 1 ഇൻ ദ മിക്സർ. P2 is the partial vapor pressure of the component 2 in the mixer. P1 0 is the vapor pressure of the pure component 1. ഇവിടെ നമ്മൾ പാർഷ്യൽ പറയേണ്ട, കാരണം ഇത് മിക്സർ അല്ലാത്തതുകൊണ്ട്. അതേപോലെ P2 0 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ വേപ്പർ പ്രഷർ ഓഫ് ദി കമ്പോണന്റ് 2, പ്യുവർ കമ്പോണന്റ് 2. അത് സൊല്യൂഷനകത്തുള്ള വേപ്പർ പ്രഷർ ആണ് ഏതൊക്കെയാ? P1ഉം
P2. This P1 and P2 are related to the mole fraction of these components. That is mole fraction of the component 1 x1, mole fraction of the component 2 x2. ഇതിനെപ്പറ്റി ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ഒരു സ്റ്റഡി നടത്തിയ സയന്റിസ്റ്റ് ആണ് ഒരു ഫ്രഞ്ച് കെമിസ്റ്റ് ആയിട്ടുള്ള ഫ്രാങ്കോയിസ് മാർട്ടെ റൗൾട്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. നമുക്ക് ഷോർട്ട് ഫോം ആയിട്ട് FM റൗൾട്ട് എന്ന് എഴുതാം. FM റൗൾട്ട് അദ്ദേഹമാണ് ഇതിനെപ്പറ്റി വേപ്പർ പ്രഷറും കോമ്പോസിഷനുമായിട്ടുള്ള റിലേഷനെ പറ്റി ഒരു ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി നടത്തിയ സയന്റിസ്റ്റ് ആണ് ആര്? ഫ്രാങ്കോയിസ് മാർട്ടെ റൗൾട്ട്. ദാറ്റ് ഈസ് FM റൗൾട്ട് എന്ന് പറയാം. അതുകൊണ്ട് ആ ലോ അറിയപ്പെടുന്ന പേരാണ് റൗൾസ് ലോ. നമ്മൾ പഠിക്കാൻ പോകുന്നത് റൗൾസ് ലോ ആണ്. അതായത് ഈ സൊല്യൂഷനകത്തുള്ള ഓരോ കമ്പോണൻസിന്റെയും വേപ്പർ പ്രഷർ അതിന്റെ മോൾ ഫ്രാക്ഷൻ ഡിപെൻഡ് ചെയ്യുന്നു. കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ, as the mole fraction of the component increases, the partial vapor pressure of the component also increases. Or the partial vapor pressure of any volatile component. നമ്മൾ ആദ്യം പറഞ്ഞ ലിക്വിഡ് ആണ്, ലിക്വിഡ്സ് വോളറ്റൈൽ ആണ്. അതുകൊണ്ട് the partial vapor pressure of any volatile component is directly proportional to its mole fraction in solution. That is known as Raoult's law. The Raoult's law states that the partial vapor pressure, നമ്മൾ പാർഷ്യൽ എന്നുള്ള ടേം ഉപയോഗിക്കണം, കാരണം ഇതൊരു മിക്സർ ആയതുകൊണ്ട് ഓരോ ഗ്യാസും എക്സെപ്റ്റ് ചെയ്യുന്ന പ്രഷറിന്റെ പേര് പാർഷ്യൽ പ്രഷർ എന്നാണ്. Therefore, the partial vapor pressure of any volatile component is directly proportional to its mole fraction in solution. ഓക്കെ, ഒരു സൊല്യൂഷനകത്തുള്ള ഓരോ കമ്പോണൻസിന്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്നുള്ളത് ആ സൊല്യൂഷനകത്തുള്ള ആ കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് നമുക്ക് മാത്തമാറ്റിക്കൽ ഫോം എഴുതാം. ദാറ്റ് ഈസ് മാത്തമാറ്റിക്കലി P1 is proportional to x1 എന്ന് എഴുതാം. അതായത് ഒന്നാമത്തെ കമ്പോണന്റ് പാർഷ്യൽ വേപ്പർ പ്രഷർ അതിന്റെ മോൾ ഫ്രാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതേപോലെ സെക്കൻഡ് കമ്പോണന്റ് വെച്ച് എഴുതുകയാണെങ്കിൽ P2 is directly proportional to x2 എന്ന് എഴുതാം. ഓക്കെ, ഓർ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഈക്വൽ ടു ആക്കുകയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷനും എങ്ങനെയൊക്കെ എഴുതാം? ഇവിടെയാണെങ്കിൽ P1 is equal to P1 0 into x1 എന്ന് എഴുതാം. ഇവിടെയാണെങ്കിൽ P2 is equal to P2 0 into x2 എന്ന് എഴുതാം. Here P1 0 നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. P1 0 എന്ന് പറയുമ്പോൾ the vapor pressure of the pure component 1. P2 0 is the vapor pressure of the pure component 2. P1 0യും P2 0യും proportionality constants ആണ്. Okay, therefore this is the mathematical form of Raoult's law. P1 is equal to P1 0 into x1. Similarly, P2 is equal to P2 0 into x2. Okay, that is the mathematical form of Raoult's law. ഇനി ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു ബൈനറി സൊല്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അവിടെ രണ്ട് കമ്പോണൻസ് മാത്രമേ ഉള്ളൂ. ഇനി ബൈനറി സൊല്യൂഷൻ അല്ലായിരുന്നുവെങ്കിൽ മൂന്നാമത്തെ കമ്പോണന്റ് ഉണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? മൂന്നാമത്തെ കമ്പോണന്റ് വേപ്പർ പ്രഷർ P3, that is the partial vapor pressure of component 3 in the mixer or solution is equal to എന്താ? Yes, P3 0 into x3. Okay, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്യരുത്. ജനറലായിട്ട് എങ്ങനെ എഴുതാം ഇക്വേഷൻ? P1 P2 P3 മാറ്റി നമ്മൾ ഒരു ith കമ്പോണന്റ് എടുക്കുന്നു. PI is equal to എന്തെഴുതാം? PI 0 into xi എന്ന് എഴുതാം. PI is equal to PI 0 into xi. Okay, that is the mathematical form of Raoult's law. The Raoult's law mathematical form, Raoult's law statement നോക്കൂ. Okay, the partial vapor pressure of any volatile component is directly proportional to its mole fraction in solution. The partial vapor pressure of any volatile component is directly proportional to its mole fraction in solution. That is for component 1, P1 is directly proportional to x1. For component 2, P2 is directly proportional to x2. Or mathematically we can write P1 is equal to P1 0 x1, P2 is equal to P2 0 x2, where P1 is the partial vapor pressure of component 1 in solution. P10 is the vapor pressure of pure component 1.
x1 is the mole fraction of component 1 in solution. P2 is the partial vapor pressure of component 2. P20 is the vapor pressure of component 2 in pure state or vapor pressure of pure component 2. X2 is the mole fraction of the component 2 in solution. Okay, മനസ്സിലാക്കാവുന്ന വിശ്വസിക്കുന്നു.